16ാമത് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. ജന്തർ മന്ദറിൽ താൻ കണ്ടത് യുവത്വത്തിന്റെ ശക്തിയും മനോഹാരിതയുമെന്ന് നടൻ പ്രകാശ് രാജ്. നമുക്കെല്ലാം തലച്ചോറുണ്ടെന്ന് പ്രധാനമന്ത്രിക്ക് മനസ്സിലായെന്നും നമുക്ക് അവരെ ഓർത്ത് അഭിമാനിക്കാമെന്നും പ്രകാശ് രാജ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The youth have questioned. The youth of this country are giving me hope. I was in Jantar Mantar and I saw the beauty, the resilience, the power of the younger generation today. Because of the power they showed, the supreme leader is shivering. He is afraid. When the youth were in Delhi, for the first time in 1.5 decades, we saw him leaving the parliament building from the back door. Because of the youth, he has started making reels. Because of the youth, he is using Red Fort for naming ceremonies and calling us Dimagi Naxals. The truth is, at last, he has accepted that we all have brains. He has accepted that he is afraid of brains. അമൽനാഥ് ചേരുകയാണ്. അമൽനാഥ്, നടനും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രകാശ് രാജ് ഡിവൈഎഫ്ഐയുടെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എന്തൊക്കെയാണ് സമ്മേളന നഗരിയിൽ നിന്നുള്ള വിശദാംശം? ഡിവൈഎഫ്ഐയുടെ 16ാമത് സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് വി വസീഫ് പതാക ഉയർത്തിയതോടുകൂടിയാണ് ഇന്നത്തെ പരിപാടികൾക്ക് തുടക്കമിട്ടത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്ടിവിസ്റ്റും അതോടൊപ്പം തന്നെ സിനിമാ നടനുമായ പ്രകാശ് രാജായിരുന്നു ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ വീക്ഷണങ്ങൾ അത് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ പ്രസംഗം എന്നതുകൂടി പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിൽ ജന്തർ മന്ദിറിലുണ്ടായിരുന്ന ആ ഒരു പ്രതിഷേധത്തെ സൂചിപ്പിച്ചായിരുന്നു ഇന്നത്തെ ഒരു പ്രസംഗം. താൻ കണ്ടത് ജന്തർ മന്ദിറിൽ യുവത്വത്തിൻ്റെ ശക്തിയും അതോടൊപ്പം തന്നെ മനോഹാരിതയുമാണ് എന്നായിരുന്നു പ്രകാശ് രാജ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. യുവത്വത്തിൻ്റെ കരുത്ത് അത് എന്താണ് എന്ന് രാജ്യം തിരിച്ചറിയുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. അവരെ ഓർത്ത് എന്നും അഭിമാനം, അതായത് രാജ്യത്തെ യുവത്വത്തെ ഓർത്ത് എന്നും അഭിമാനമാണ്. കൃത്യമായ സമയങ്ങളിൽ അല്ലെങ്കിൽ കൃത്യമായ ഘട്ടങ്ങളിൽ കൃത്യമായ വിഷയങ്ങളിൽ അവർക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഡിവൈഎഫ്ഐയുടെ നേതാവ് ചിന്താ ജെറോം കൂടി ചേരുന്നുണ്ട്. ഈ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? അതെ, സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞു. ശ്രീ പ്രകാശ് രാജാണ് ഉദ്ഘാടനം ചെയ്തത്. മാധ്യമങ്ങൾ അതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ വേദിയിലേക്ക് ഡിവൈഎഫ്ഐയുടെ 16ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുന്നത്. കാരണം രാജ്യത്ത് ചെറുപ്പം നടത്തുന്ന സമരം, ആ സമരവും അതുപോലെ തന്നെ ചെറുപ്പത്തിൻ്റെ ഒരു രാഷ്ട്രീയവും എല്ലാം പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് മറ്റു പരിപാടികൾ പോലെയല്ല, കേരളത്തിലെ ഈ സമ്മേളനത്തിൽ അദ്ദേഹം വലിയ പ്രതീക്ഷയോടും ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ് യൂത്ത് ഇപ്പോൾ ഉയർത്തുന്ന പ്രതിരോധവും സമരങ്ങളും എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും പങ്കുവച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ്. അതേപോലെ പ്ലാനിംഗ് ബോർഡിൻ്റെ മുൻ വൈസ് ചെയർമാൻ VKR അദ്ദേഹവും ഉണ്ടായിരുന്നു. സമ്മേളനം വളരെ ഗംഭീരമായി ആവേശകരമായി മുമ്പോട്ട് പോവുകയാണ്. യുവത്വത്തെ ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, അത് രാജ്യത്തെ ചെറുപ്പം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നേറ്റമുണ്ട്. അത് രാജ്യത്തെ വർഗീയ ഗവൺമെന്റിനെതിരെ, കോർപ്പറേറ്റ് അനുകൂല നിലപാടെടുക്കുന്ന ഗവൺമെന്റിനെതിരെ, യുവജന വിരുദ്ധ സമീപനമെടുക്കുന്ന ഗവൺമെന്റിനെതിരെ ചെറുപ്പം നടത്തുന്ന ഒരു സമരമാണ്. ആ സമരത്തിൽ കാണുമ്പോൾ അഭിമാനം ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കുമുണ്ട്. ആ അനുഭവം തന്നെയാണ് പ്രകാശ് രാജ് അദ്ദേഹം ഈ വേദിയിലെത്തി നമ്മളുമായി പങ്കുവച്ചത്. അതുപോലെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ, ഒരു കലാപ്രവർത്തകൻ, ഇടതുപക്ഷ പുരോഗമന ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രവർത്തകൻ, അദ്ദേഹം ഇവിടെ എത്തിയതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനവും സന്തോഷവുമാണ്.
ഷമി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചായിരുന്നു ഉദ്ഘാടന പ്രസംഗം ഉണ്ടായിരുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ വലിയ വേട്ടയാടൽ യുവത്വത്തിന് നേരെ ഉണ്ടായിരുന്നു. പക്ഷേ ജന്തർ മന്ദറിൽ കാണാൻ വേണ്ടി സാധിച്ചത് അങ്ങനെയല്ല. യുവത്വത്തെ വേട്ടയാടാൻ വേണ്ടി സാധിച്ചില്ല. കൃത്യമായ രീതിയിൽ യുവത്വം പ്രതിഷേധം അറിയിച്ചു എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഇവിടെ ഈ 16ാം സമ്മേളനം തൃശ്ശൂരിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നും അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിൽ നിന്നുമായി 615ഓളം പ്രതിനിധികളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെയോടുകൂടി പതാക ഉയർത്തി അതിനുശേഷം രക്തസാക്ഷി പ്രമേയം, അനുശോചന പ്രമേയം, അത്തരം ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നീട് ഉദ്ഘാടനം കഴിഞ്ഞു. അതിന് ശേഷം നിലവിൽ ഇനി ചർച്ചകളിലേക്ക് കടക്കണം. ഗ്രൂപ്പ് ചർച്ചയിലേക്കും അതോടൊപ്പം തന്നെ പൊതു ചർച്ചകളിലേക്കടക്കം കടക്കേണ്ടിയിരിക്കുന്നു. ഇന്നും നാളെയുമായി 2 ദിവസങ്ങളിലായാണ് ഈ ചർച്ച പുരോഗമിക്കുക. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിനകത്തും സംസ്ഥാനത്തിനകത്തുമൊക്കെ ഉള്ള വിവിധ വിഷയങ്ങൾ ഈ ചർച്ചയിൽ പ്രധാനമായും ഉന്നയിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം നാളെ വൈകുന്നേരത്തോടുകൂടി രക്തസാക്ഷികളുടെ കുടുംബ സംഗമം കൂടി ഉണ്ടാകും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്ററാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ശനിയാഴ്ചയോടുകൂടിയാണ് ഈ 16ാമത് DYFIയുടെ സമ്മേളനം സമാപിക്കുന്നത്. ആ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്. അതോടൊപ്പം തന്നെ ഐഷി ഘോഷിനെ പോലുള്ള യുവ നേതാക്കൾ അതിൻ്റെ ഭാഗമായി എത്തുകയും വലിയ രീതിയിലുള്ള മഹാറാലികൾ നടക്കുകയും ചെയ്യും. അത്തരത്തിൽ വിപുലമായ രീതിയിൽ തന്നെയാണ് DYFIയുടെ ഈ ഒരു സമ്മേളനം, സംസ്ഥാന സമ്മേളനം ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തോളമുള്ള തയ്യാറെടുപ്പാണ്. അതായത് വിവിധ കായിക പരിപാടികളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് അത്തരത്തിൽ എല്ലാ ജനങ്ങളെയും ഒപ്പം കൂട്ടിയുള്ള ഒരു സമ്മേളന പരിപാടിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ സമ്മേളന പരിപാടി നിലവിൽ ഇപ്പോൾ തൃശ്ശൂരിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷമി. തീർച്ചയായും അമൽനാഥ്, DYFIയുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നു. രാഷ്ട്രീയമായ, സാംസ്കാരികമായ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അവിടെ ചർച്ചയാകും. 3 ദിവസം വിശദമായി തന്നെ ഒരു ചർച്ചയും മറ്റ് സംവാദങ്ങളും ഒക്കെ തന്നെ നടക്കും. ഭാവിയിലേക്കുള്ള യുവജനതയുടെ യാത്ര ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, വിശദാംശങ്ങളൊക്കെ എന്താണ്? ഷമി, തീർച്ചയായും അത്തരം കാര്യങ്ങൾ തന്നെയാകും ഇനി വരുന്ന ഘട്ടങ്ങളിൽ, അതായത് ചർച്ചയിൽ പ്രധാനമായും ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി അടുത്തതായി പൊതു ചർച്ച, അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ചർച്ചകളിലേക്കാണ് കടക്കേണ്ടത്. രാജ്യത്ത് ഒട്ടാകെ ഉണ്ടായിരുന്ന, അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തടക്കം ഉണ്ടായിരുന്ന എല്ലാ വിഷയങ്ങളും ഈ ചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കപ്പെടും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അത് പ്രധാനമായും നിലവിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമാവും. സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളുണ്ടാവും. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനമുണ്ടാവും. നമുക്കറിയാം, നേരത്തെ ഇതിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രകാശ് രാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല തവണയായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വേട്ടയാടൽ അത് യുവജനങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിനുണ്ടാകുന്നത്. ഇവിടെ യുവത്വം, അതായത് യുവത്വം എന്ന് പറയുമ്പോൾ DYFIയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നത്. അത് നമ്മൾ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ കാണാൻ വേണ്ടി സാധിച്ചു. അവിടെ ഇടത് യുവജന, ഒപ്പം തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെയും ഉണ്ടായിരുന്നത്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വിമർശനം ഉന്നയിക്കേണ്ടിടങ്ങളിൽ കൃത്യമായി തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ട്, കൃത്യമായി തന്നെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ എല്ലാ ഘട്ടങ്ങളിലും DYFI എന്ന യുവജന സംഘടനയ്ക്ക് ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് DYFIയുടെ ഈ ഒരു 16ാമത് സംസ്ഥാന സമ്മേളനം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പരിപാടിയായി മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമ്മേളനം. ശനിയാഴ്ച വരെ, അതായത് 4 ദിവസങ്ങളിലായാണ് ഈ സമ്മേളനം പുരോഗമിക്കുക. കഴിഞ്ഞ ദിവസം 5 മണിയോടുകൂടി കൊടിമര, ദീപശിഖ ജാഥകൾ ഒക്കെ തന്നെയും ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിയതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ സമ്മേളനം ആരംഭിച്ചത്. ഇന്ന് രാവിലെയോടുകൂടി 615 പ്രതിനിധികളും ഈ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഭാഗമാവുകയും സമ്മേളനം നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അടുത്തതാണ്, അതായത് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് ചർച്ച തന്നെയാണ്. അടുത്തതായി ആ ചർച്ചയിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അതിന് തൊട്ട് മുന്നേയുള്ള ഒരു ഇടവേളയാണ് നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ളത്. 12:30 ഈ സമ്മേളനം ചർച്ചയിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ട് മുന്നേയായി റിപ്പോർട്ട് സെക്രട്ടറി അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത്തരം ഘട്ടങ്ങളിലേക്കൊക്കെ തന്നെ പോകേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഇവിടെ സമ്മേളനം പുരോഗമിക്കുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് മുന്നോടിയായുള്ള ഒരു ഇടവേളയാണ് നിലവിൽ ഇപ്പോൾ ഈ സമ്മേളന നഗരിയിലുള്ളത്. ഷമി. DYFI സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ തുടങ്ങിയിരിക്കുന്നു. പ്രതിനിധി സമ്മേളനം നടൻ പ്രകാശ് രാജാണ് ഉദ്ഘാടനം ചെയ്തത്. അമൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.